ജില്ലയിലെ തെന്മല ഇക്കോ ടൂറിസം കാണാനൊക്കെ എത്തുന്ന ആളുകളെയൊക്കെ സ്വീകരിക്കാനായി ഇവിടെ വിപുലമായ റൂംസും ഫുഡും അതുപോലെ നമുക്ക് കായിക വിനോദം കളിക്കാനും ഓടാനും ചാടാനും നീന്താനും അഡ്വഞ്ചറായിട്ട് നമുക്ക് വണ്ടിയൊക്കെ ഓടിച്ചു പോകാനൊക്കെ എല്ലാ സംവിധാനവും ഒരുക്കിയ ഒരു അടിപൊളി റിസോർട്ട് നമ്മുടെ തെന്മലയിലുണ്ട്. കൊല്ലം ജില്ലയിലെ തെന്മല ഡാമിന് അടുത്താണ് ഈ റിസോർട്ട് ഉള്ളത്. തെന്മല ഇക്കോ റിസോർട്ട് എന്നാണ് അതിന്റെ പേര്. റൂമുണ്ടല്ലോ, വിശാലമായ റൂമാണ്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. നമുക്ക് ഇവിടെ വന്ന് താമസിച്ച് ഒരുപക്ഷെ ഒരു ചായ കുടിക്കണമെങ്കിൽ പോലും ചായ കുടിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും, ഒരു 5 സ്റ്റാർ ഹോട്ടലിന്റെ ഫെസിലിറ്റീസ് എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് മിനി ഫ്രിഡ്ജ് എന്ന് വേണ്ട ഏറ്റവും നല്ല ബാത്റൂം ഫെസിലിറ്റീസ് തന്നെയാണ് കൊടുത്തത്. ഇവിടെ തന്നെ ഇത് ഒരു മിനി ഫ്രിഡ്ജ് വരെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഒരു ഫാമിലിക്ക് ഫുള്ള് താമസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ നമ്മൾ കൂട്ടുകാരൊക്കെ ചേർന്ന് വന്നാൽ നമുക്കിവിടെ അടിച്ചു പൊളിച്ചു പോകാൻ പറ്റുന്ന എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഇപ്പൊ നമുക്ക് സാഹസികമായി വണ്ടിയിലൊക്കെ യാത്ര ചെയ്യണം, നമുക്കൊരു വണ്ടിയൊക്കെ ഓടിച്ചു പോകണമെങ്കിൽ അതിനുമുള്ള അഡ്വഞ്ചർ യാത്ര ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും നമുക്കുണ്ട്. ഈ റൂം മാത്രമല്ല, തൊട്ടിപ്പുറത്ത് മറ്റൊരു റൂം, അതുകൊണ്ട് നമുക്കൊന്ന് കാണാം. അതും ഇതുപോലെ അതിവിശാലമായ ഒരു റൂമാണ്. നമുക്കിനി അതുകൂടെ ഒന്ന് കണ്ടുവരാം. അങ്ങനെ നിരവധി ഇവിടെ ഏകദേശം ഈ റിസോർട്ടിൽ തന്നെ നിരവധി റൂമുകളാണ്. അത് ഇപ്പൊ ഓരോ റൂമും ഓരോ രീതിയിൽ തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് സഹ്യപർവ്വതത്തിന്റെ ശാഖകളാണ് തെന്മലയെ ഇങ്ങനെ മനോഹരമാക്കുന്നത്. ആ കാഴ്ചകളൊക്കെ നമുക്ക് ഈ റിസോർട്ടിൽ വന്ന് കാണുന്നതിനും ഇവിടുത്തെ ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതിനുമൊക്കെയുള്ള അടിപൊളി ഒരു റിസോർട്ടാണ്. അത് മാത്രമല്ല, അടിപൊളി റെസ്റ്റോറന്റ്. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഈ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ എയർപോർട്ടിൽ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന പോലെയുള്ള കിടുക്കാച്ചി റിസോർട്ടും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. വരുന്ന ഗസ്റ്റുകൾക്ക് എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് കൊടുക്കുന്നത്? ഞങ്ങൾക്ക് ഒരു 10 കോട്ടേജസ് ഉണ്ട്. വ്യത്യസ്തമായിട്ടുള്ള കോട്ടേജസ് ആണ്. വുഡൻ കോട്ടേജ് ഉണ്ട്, മഡ് കോട്ടേജ് ഉണ്ട്, അല്ലാതെ എല്ലാം എയർ കണ്ടീഷൻഡാണ്. മഡ് മാത്രമേ ഉള്ളൂ AC അല്ലാത്തത്. അത് കൂടാതെ 2 സ്വിമ്മിംഗ് പൂളുണ്ട്, കിഡ്സ് പൂളുണ്ട്, അല്ലാത്ത പൂളുണ്ട്. പിന്നെ ഒരു 12 റൂംസും കൂടിയുണ്ട്. അപ്പോൾ ഒരു 24 റൂംസ് നമുക്ക് ഇവിടെ കൊടുക്കാനുണ്ട്. കൂടാതെ നമ്മുടെ സ്ട്രീം വാക്കിങ്, ഫിഷിങ്, 5 ഫിഷിംഗ് പോയിന്റ്സ് ഉണ്ട്. പിന്നെ നമുക്ക് അഡ്വഞ്ചർ സോൺ ഉണ്ട്. അതിൽ സിപ്ലൈൻ, ഹൈ റോപ്പ് ആക്ടിവിറ്റീസ്, ഇൻഫിനിറ്റി സ്വിംഗ്, മഡ് ബാത്ത്, അങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ കൊടുക്കും. ആർച്ചറി, ഷൂട്ടിങ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേക റെസ്റ്റോറന്റ് ഉണ്ട്, 2 അത് ഗസ്റ്റിന് വേണ്ടി ഒരു റെസ്റ്റോറന്റ്. അതൊരു 60 സീറ്ററും ഒരു 120 പേർക്ക് വെളിയിൽ നിന്ന് വരുന്നവർക്കും കൊടുക്കാനുള്ള റെസ്റ്റോറന്റ്. 3ാമതൊരു വെജ് റെസ്റ്റോറന്റും റെഡിയാണ്, ഓപ്പൺ ചെയ്തിട്ടില്ല എന്നുള്ളൂ. കൂടാതെ ഇവിടെ നമുക്ക് ഒരു ലൈവ് ഫിഷ്, ഒന്നീ ഫിഷിംഗ് പോണ്ടിൽ പിടിക്കുന്ന ഫിഷ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രകാരം പൊള്ളിച്ചോ വറുത്തോ കറി വെച്ചോ എല്ലാം തരും. അവിടെ നിന്ന് പിടിക്കുന്നത് തന്നെയാണ്. നമ്മളെ ഇവിടെ ഒരു ഫിഷിംഗ് പോണ്ട് വെച്ചിട്ടുണ്ട്, ഒരു ടാങ്ക് വെച്ചിട്ടുണ്ട്. അതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് ലൈവ് ഫിഷ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മളെ. അപ്പൊ ഇവിടെ വരുന്ന ഗസ്റ്റിനെല്ലാം ഒരു അമേസിങ് എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളതാണ്. അത് നമ്മളെ ഉദ്ദേശിക്കുന്ന നേച്ചറിലാണ് നമ്മളെ ഇത് മുഴുവൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കിളികളും ബട്ടർഫ്ലൈസും ഒക്കെ എപ്പോഴും കാണാം. അത് കൂടാതെ നമുക്ക് അഡ്വഞ്ചർ, പിന്നെ വെൽനെസ്, നമ്മളൊരു ഗുരുക്കളുണ്ട്, കളരി ഗുരുക്കൾ. അപ്പൊ ഇത് 3മാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതിനപ്പുറം ഒരു കസ്റ്റമറിന് ഒരു മറക്കാനാവാത്ത ഒരു എക്സ്പീരിയൻസ് കൊടുക്കുക തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല ഫസ്റ്റായിട്ട് തെന്മലയെ നമ്മളെ വേൾഡ് ടൂറിസം മാപ്പിൽ തന്നെ ഒരു സ്ഥാനം കൊടുക്കണമെന്ന് ഉദ്ദേശിച്ചത് തന്നെയാണ് ഞാൻ ഇത്രയും ഇൻവെസ്റ്റ്മെന്റും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എൻ്റെ സ്റ്റാഫ് എല്ലാവരും എൻ്റെ കൂടെ ഉണ്ട്. അവർ ഈ ഫിലോസഫി ഉൾക്കൊണ്ടുകൊണ്ടിട്ട് ആ രീതിയിലാണ് ഗസ്റ്റിനെ. തീർച്ചയായും ഈ ലോക ടൂറിസം ഭൂപടത്തിൽ തെന്മലയെ അടയാളപ്പെടുത്തുമ്പോൾ ആ അടയാളപ്പെടുത്തലിന്റെ ഭാഗമായി മാറുകയാണ് തെന്മല ഇക്കോ റിസോർട്ട്.